തൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ് ഡി എം കെ എന്നാണ് വിജയ് പറഞ്ഞിരുന്നത്. അതായത് പൊളിറ്റിക്കൽ എനിമിയാണ് ഡി എം കെ, ഐഡിയോളജിക്കൽ എനിമിയാണ് ബി ജെ പി എന്നും പറഞ്ഞു. തമിഴകത്തിൻ്റെ ഭാവനയും മനസ്സും പിടിച്ചെടുക്കാൻ കഴിയുന്ന അത്തരമൊരു നിമിഷം വാസ്തവത്തിൽ വിജയ് കൃത്യമായിട്ട് കണ്ടു. അദ്ദേഹം അവസരത്തിനൊത്തുയർന്നു. കാരണം രജനീകാന്തിന് അറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. രജനീകാന്ത് എപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് വരിക, ജനങ്ങൾക്കിടയിൽ ജീവിക്കുക. തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഡി എം കെ ആയാലും എ ഡി എം കെ ആയാലും ബി ജെ പി ആയാലും പണം ഒഴുക്കിയിട്ട് തിരഞ്ഞെടുപ്പുകൾ പിടിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ബീഹാറിലെ സ്ഥാനാർത്ഥികളെ ജാതി മുന്നോട്ട് വയ്ക്കുമ്പോൾ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് എത്ര പണം ചെലവാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സാധനത്തിന് വിജയ് ഏതാണ്ടൊന്ന് പൊളിച്ചു കൊടുത്തു. ജയലളിതക്കും എം ജി ആറിനും ശേഷം തമിഴ്നാട് മറ്റൊരു താര മുഖ്യമന്ത്രിക്ക് വഴിതെളിയുകയാണ്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന നടൻ വിജയുടെ സ്വപ്നത്തിന് എത്രത്തോളം ആയുസുണ്ട്? മാതൃഭൂമിയുടെ സീനിയർ ന്യൂസ് എഡിറ്റർ കെ എ ജോണി നമ്മളോടൊപ്പം ചേരുകയാണ്. കേവല ഭൂരിപക്ഷം ഇല്ല വിജയ്ക്ക്, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുത്ത ദിവസം തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിന് ഏതെങ്കിലും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ആയുസുണ്ട്? വിജയ് മുഖ്യമന്ത്രിയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം തമിഴ് ജനതയുടെ ഒരു വിധിയെഴുത്തെന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അത് വിജയിന് അനുകൂലമായിട്ടാണ്, ദ്രവീഡിയൻ പാർട്ടികൾക്കെതിരാണ്, അതുപോലെ തന്നെ പുതിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ വികാരം തന്നെയാണ് വിജയിൻ്റെ ഈ വിജയത്തിൽ കലാശിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിനു മുൻപ് NTR മാത്രമാണ് ഇങ്ങനെ ഒരു മാജിക് കാണിച്ചിട്ടുള്ളത്. അതായത് പാർട്ടി തുടങ്ങിയിട്ട് 1982 മാർച്ചിലാണ് NTR തെലുഗുദേശം പാർട്ടിക്ക് തുടക്കമിടുന്നത്. അത് കഴിഞ്ഞ് 83 ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ NTR ആന്ധ്രയിൽ ഭരണത്തിൽ വന്നു. പാർട്ടി സ്ഥാപിച്ച് ഒരു കൊല്ലത്തിനുള്ളിൽ ഭരണത്തിൽ വരുന്ന ഒരു വലിയ വിജയമാണ് NTR അന്നുണ്ടായത്. അതിനോട് തുലനം ചെയ്യാവുന്ന, അതായത് പാർട്ടി തുടങ്ങി 2 കൊല്ലത്തിനുള്ളിൽ വിജയ്ക്ക് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഒരു ബദൽ ആവശ്യമായിരുന്നു തമിഴ്നാട്ടിൽ. വാസ്തവത്തിൽ വിജയ് വരുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 2024 ലോക്സഭാ ഇലക്ഷനിൽ തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളും DMK മുന്നണിയാണ് പിടിച്ചത്. അപ്പോൾ അത്രയും തകർപ്പൻ വിജയം നേടിയ DMK ഇത്രയും പെട്ടെന്ന് 2 കൊല്ലത്തിനുള്ളിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളത് ആരും കരുതിയിരുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ഈ ദ്രവീഡിയൻ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അഴിമതികൾക്ക്, സ്വജനപക്ഷപാതത്തിന്, ഇതിനൊക്കെ ഒരു ബദലിനായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. ആ ബദലാണ് വിജയ് മുന്നോട്ട് വെച്ചത്. ആ ബദൽ വളരെ സന്തോഷത്തോടെ തന്നെ തമിഴ് ജനത ഏറ്റെടുത്തു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. ആകെയുള്ള 234 സീറ്റിൽ 108 സീറ്റാണ് വിജയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം കോൺഗ്രസും അതുപോലെ തന്നെ PMKയും പിന്തുണക്കും എന്നാണ് പറയുന്നത്. മറ്റുള്ളൊരു ചെറിയ കക്ഷികളാണ്. അല്ല, അതിൽ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് 2 ഇടത്ത് നിന്ന് വിജയിച്ചിട്ടുണ്ട്. തിരുച്ചിയിൽ നിന്നും അതുപോലെ തന്നെ ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു മണ്ഡലം വിജയ് ഒഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തമിഴ്നാട്ടിൽ നിയമസഭയുടെ അംഗബലം എന്ന് പറയുന്നത് 234. അപ്പോൾ വിജയ് ഒരു സീറ്റ് ഒഴിയുന്നതോടുകൂടി അത് 233 മാറും. ഈ 233-ൽ 117 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷമായി. അപ്പോൾ വിജയിൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ 108 സീറ്റുണ്ട്. അപ്പോൾ 9 സീറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയിന് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള കേവല ഭൂരിപക്ഷമാവും. അപ്പോൾ നിലവിൽ കോൺഗ്രസ്സിന് 5 സീറ്റുണ്ട്. അത് അവർ DMK മുന്നണിയിലാണ്. അതുപോലെ തന്നെ DMK മുന്നണിയിലുള്ള ഇടത് പാർട്ടികൾക്ക് CPIക്കും CPMനും 2 സീറ്റുകൾ വീതമുണ്ട്. പിന്നെ തിരുമാവളവൻ്റെ നേതൃത്വത്തിലുള്ള ദളിത് പാർട്ടി VCKക്ക് 2 സീറ്റുണ്ട്. IUMLന് 2 സീറ്റുണ്ട്. അപ്പോൾ അതിൽ IUML DMK മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിജയുമായിട്ട് സഖ്യത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ പാതയിലൂടെ ഇടത് പാർട്ടികളും VCKയും കൂടി വരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 11 സീറ്റ്. കാരണം കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും VCKയും കൂടി 11 സീറ്റുകളുണ്ട്. ഈ 11 MLAമാരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ വിജയിന് പിന്നെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് മിക്കവാറും അവർ കണക്ക് കൂട്ടുന്നത്, വിജയുടെ പാർട്ടി കണക്ക് കൂട്ടുന്നത് മെയ് 7-ന് വിജയിന് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ 7ഓളം
ചെറുകക്ഷികളാണ് വിജയ്ക്കിപ്പം പിന്തുണക്കും എന്ന് കരുതിപ്പോരുന്നത്. ഇതൊന്നും നടന്നില്ലെങ്കിൽ ഏറ്റവും അവസാനം DMK-യുമായി തന്നെ കൈകൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? DMK-യുമായിട്ട് വിജയ് ഒരിക്കലും കൈ കൊടുക്കില്ല. കാരണം DMK-യും BJP-യുമായിട്ടും കൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഇതുവരെ മുന്നോട്ട് വെച്ച നിലപാടുകളുടെ ഒരു നിരാകരണമായിരിക്കും അത്. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം തൻ്റെ രാഷ്ട്രീയ എതിരാളിയാണ് DMK എന്നാണ് വിജയ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എനിമിയാണ് DMK, ഐഡിയോളജിക്കൽ എനിമിയാണ് BJP എന്നും പറഞ്ഞു. ഹിന്ദുത്വയുമായിട്ട് കൈകൊടുക്കാൻ വിജയനാവില്ല. അതുപോലെ തന്നെ DMK-യുമായിട്ടും കൈകൊടുക്കാനായിട്ട് വിജയനാവില്ല. പിന്നെ AIADMK-യുമായിട്ട് വേണമെങ്കിൽ വിജയിന് ഒരു സഖ്യത്തിലാവാം. പക്ഷെ നിലവിൽ AIADMK-യുടെ സഖ്യം വിജയിന് ചിലപ്പോൾ വേണ്ടി വന്നേക്കില്ല. കാരണം ഇടതു പാർട്ടികളും കോൺഗ്രസും മുന്നോട്ട് വരുന്നതുകൊണ്ട് കോൺഗ്രസിനെ ഒരു സഖ്യകക്ഷിയായിട്ട് വേണമെന്ന് വിജയ് നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അന്നത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ കൂടെ ചേരണമെന്നുള്ളൊരു താല്പര്യം വിജയനുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഭൂരിപക്ഷം പേരും എനിക്ക് തോന്നുന്നു ആ ഒരു വികാരമുള്ളവരാണ്. രാഹുൽ ഗാന്ധിക്കും അത്തരമൊരു ചിന്താഗതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് വിജയുടെ കൂടെ നിൽക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. വിജയും TVK-യും ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ ഈ സംഭവങ്ങളൊക്കെ നടന്നാൽ 7 പാർട്ടികൾ പിന്തുണക്കുന്നു, മുഖ്യമന്ത്രിയായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ 7 പതിറ്റാണ്ടിന് ശേഷമായിരിക്കും ഒരു കൂട്ടുകക്ഷി ഭരണം തമിഴ്നാട്ടിൽ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഷിഫ്റ്റിന് തമിഴ്നാട് ജനത കൈകൊടുത്തത്? എന്തുകൊണ്ടായിരിക്കും? അതെ, വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം 1967 അല്ലേ, 67 എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വർഷമായിരുന്നു. പ്രാദേശിക പാർട്ടികൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നൊരു വർഷമായിരുന്നു. ഉത്തരേന്ത്യയിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, അതുപോലെ തന്നെ പഞ്ചാബിൽ, ഒറീസയിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ഇവിടെ എല്ലായിടത്തും കോൺഗ്രസ് ഇതര സർക്കാരുകൾ വന്ന ഒരു വർഷമായിരുന്നു 1967 എന്ന് പറയുന്നത്. അന്നാണ് അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ DMK ആദ്യമായിട്ട് തമിഴകം പിടിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ കോൺഗ്രസിനെന്നല്ല മറ്റൊരു ദേശീയ പാർട്ടിക്കും തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഒരു ദേശീയ പാർട്ടിക്കും തമിഴ്നാട്ടിൽ പിന്നെ അധികാരം കിട്ടിയിട്ടില്ല. 2006 അങ്ങനെ അതിനൊരു സാധ്യതയുണ്ടായിരുന്നു. കാരണം അന്ന് DMK മുന്നണിക്ക് തമിഴ്നാട്ടിൽ അധികാരം കിട്ടുമ്പോൾ DMK-ക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് പുറത്തു നിന്ന് പിന്തുണ കൊടുത്തു. അന്ന് കോൺഗ്രസ് ശരിക്ക് ഡിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ അന്ന് കോൺഗ്രസ്സിന് അധികാരം അധികാരത്തിലൊരു ഷെയർ കിട്ടുമായിരുന്നു. പക്ഷേ UPA-യുടെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറ നൽകിയത് കരുണാനിധിയും DMK-യുമാണ് എന്നുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ വെളിച്ചത്തിൽ സോണിയാഗാന്ധി DMK-യോട് വളരെ അനുഭാവപൂർവമായ ഒരു സമീപനം എടുക്കുകയും അധികാരം നമുക്ക് ആവശ്യമില്ല, നമ്മൾ പുറത്തു നിന്ന് DMK പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസിൻ്റെ ആ ഒരു നയം അന്ന് അങ്ങനെയാണ് സോണിയാഗാന്ധി വ്യക്തമാക്കിയത്. അപ്പോൾ 2006 ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും DMK-ക്ക് തനിച്ച് ഭരിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ അനുഭാവപൂർവമായ സമീപനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നൊരു സംഗതി അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ വേണമെന്നാണ്. 2021 DMK മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് DMK തയ്യാറായില്ല. കാരണം അന്ന് DMK-ക്ക് തനിച്ച് ഭൂരിപക്ഷമുണ്ട്. തനിച്ച് ഭൂരിപക്ഷം കിട്ടിയ സ്ഥിതിക്ക് മുന്നണിയായിട്ട് ഭരിക്കാൻ പറ്റില്ല, DMK തന്നെ ഭരിക്കുമെന്നുള്ള നിലപാടാണ് DMK എടുത്തത്. അതിന് കോൺഗ്രസ് വഴങ്ങേണ്ടി വന്നു. പക്ഷേ ഇക്കുറിയും കോൺഗ്രസ് അത്ര ഒരു നിലപാട് വെച്ചിരുന്നു. അതായത് തനിച്ച് ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ മുന്നണിയായിട്ട് ഒരു കൂട്ടുകക്ഷി സർക്കാർ വേണമെന്ന്. പക്ഷേ DMK-ക്ക് എന്തായാലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറിയ TVK-ക്കും കേവല ഭൂരിപക്ഷമില്ല. അപ്പം അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഈ പറഞ്ഞതുപോലെ ഒരു 6 പതിറ്റാണ്ടിനുള്ളിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോകും. നേരത്തെ പറഞ്ഞ പോലെ ഈ ജയലളിതക്കും MGR-നും ഒന്നും അല്ലാതെ, അങ്ങനെയുള്ള നേതാക്കൾക്കല്ലാതെ ഈ താരരാഷ്ട്രീയക്കാരെ തമിഴ്നാട് അധികം വാഴ്ത്തിയിട്ടില്ല. എന്തായിരിക്കും ഈ വിജയിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? അദ്ദേഹം സിനിമയൊക്കെ നിർത്തിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഒരു കാര്യത്തിൽ വിജയിനെ നമ്മൾ സമ്മതിക്കണം. കാരണം വലിയൊരു റിസ്ക്കാണ് വിജയുടെ. അതെ. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഏറ്റവും അതിൻ്റെ ഒരു കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ്. സിനിമയുടെ കാര്യം പറയുമ്പോൾ സിനിമ പൊട്ടിയാൽ പോലും വലിയ ആൾക്കൂട്ടവും സാമ്പത്തികവും ലഭിക്കുന്ന ഒരു നടൻ കൂടിയാണ്. അതെ, മാത്രമല്ല വിജയുടെ മിക്കവാറും സിനിമകളുടെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ട് തമിഴകത്ത് നിറഞ്ഞോടുന്ന ഒരു സമയത്ത് അദ്ദേഹം ആ ഒരു വലിയ എന്താ പറയണത് മാന്ത്രികമായിട്ടുള്ള ഒരു പ്രൊഫഷന് വിരാമമിട്ടുകൊണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചുഴികളും മലരുകളുമുള്ള, അതായത്
പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും അനിശ്ചിതത്വത്തിൻ്റെ വലിയൊരു നിഴൽ വീണ് കിടക്കുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്നെന്താണ് നാളെ എന്താണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും തൻ്റെ എല്ലാം റിസ്ക് എല്ലാം എന്താ പറയുന്നത്, ഒരു എന്ത് പ്രശ്നമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ സിനിമാ ജീവിതം ഇനി തകർന്നു പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം തകർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും, ഈ ഒരു റിസ്ക് തമിഴകത്തിന് വേണ്ടി എടുക്കുകയാണ്, ജനതയ്ക്ക് വേണ്ടി എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് TVK എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നത്. അത് പക്ഷേ എന്താ പറയുന്നത്, ചില മൊമെൻ്റ് അങ്ങനെയാണ്. നമ്മളൊരു ഈ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് നീങ്ങുക എന്ന് പറയും. ഒരു ഡിസൈസീവ് മൊമെൻ്റ്, വളരെ നിർണായകമായ ഒരു നിമിഷം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. തമിഴകത്തിൻ്റെ ഭാവനയും മനസ്സും പിടിച്ചെടുക്കാൻ കഴിയുന്ന അത്തരം ഒരു നിമിഷം വാസ്തവത്തിൽ വിജയ് കൃത്യമായിട്ട് കണ്ടു. അദ്ദേഹം അവസരത്തിനൊത്തുയർന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം തെറ്റിപ്പോയില്ല എന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയും. ഈ MGR പറ്റി പറയുന്നത് കേൾക്കാം. MGR രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് പാവങ്ങളുടെ കാര്യം മാത്രമേ അറിയൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വിജയം കാണിക്കേണ്ടി വരില്ലേ പിടിച്ചു നിൽക്കണമെങ്കിൽ? അല്ല, വിജയ് ഇക്കുറി ചെയ്തൊരു കാര്യം വാസ്തവത്തിൽ തമിഴ്നാട്ടിൽ ഈ പണാധിപത്യം വലിയൊരു സംഗതിയായിരുന്നു. ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായിട്ട് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നു. അതിപ്പോൾ DMK ആയാലും ADMK ആയാലും BJP ആയാലും പണം ഒഴുക്കിയിട്ട് തിരഞ്ഞെടുപ്പുകൾ പിടിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അതായത് ഒരു വോട്ടിന് ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് തമിഴക രാഷ്ട്രീയം അധപ്പതിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ബീഹാറിലെ സ്ഥാനാർത്ഥികളെ ജാതി മുന്നോട്ട് വയ്ക്കുമ്പോൾ തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് എത്ര പണം ചെലവാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സാധനത്തിന് വിജയ് ഏതാണ്ടൊന്ന് പൊളിച്ചു കൊടുത്തു. വിജയ് വളരെ സാധാരണക്കാരായുള്ള ഓട്ടോ ഡ്രൈവർമാർ, തൊഴിലാളികൾ, അതുപോലെ തന്നെ വീട്ടമ്മമാർ, ഇങ്ങനെ ജനസമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കുകയും അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണത്തിൻ്റെ ആധിപത്യത്തെ തകർത്തുകൊണ്ട് ആണ് വിജയ് വാസ്തവത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വിജയനെ സംബന്ധിച്ച് പണം ഒരു ഘടകമല്ല. അദ്ദേഹം ഓൾറെഡി വളരെ ധനികനായിട്ടുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റാണ് തമിഴ് ജനത കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് അഴിമതിയില്ലാത്തൊരു ഭരണം. വിജയിനെയും MGRനെയും കൂട്ടിയിണക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് രണ്ട് കൂട്ടരും എന്താ പറയുന്നത്, പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് അഴിമതിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ആ ഒരു മുദ്രാവാക്യമാണ് വാസ്തവത്തിൽ ഈ തമിഴ് ജനത ഏറ്റെടുത്തത്. പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ഒരു നെഗറ്റീവ് ഇമേജ് വിജയ്ക്കുണ്ടോ? അല്ല, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ NTR അങ്ങനെയായിരുന്നല്ലോ. NT രാമറാവു ഒരു കൊല്ലം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രയിൽ അധികാരം പിടിക്കുന്നത്. ഈവൻ കെജ്രിവാൾ പോലും ആ തലത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, അതായത് അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരികയും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ അതൊരു നെഗറ്റീവ് ഇമേജായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ മാറ്റത്തിൻ്റെ ഒരു വിത്ത് പാകുന്നു, ആ വിത്ത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു, ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇടമുണ്ട് എന്നുള്ളതാണ്. NTR നേരിട്ടതിനേക്കാൾ ശക്തരായ എതിരാളികളെയാണ് തമിഴ്നാട്ടിൽ വിജയ് നേരിട്ടത്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകൾ പിടിച്ച പാർട്ടിയാണ് DMK. അപ്പുറത്ത് AIDMKയും വളരെ ശക്തമായ ഒരു കക്ഷിയാണ്. അവർക്കൊപ്പം അഖിലേന്ത്യാ തലത്തിൽ ആളിനാളും പണത്തിന് പണവുമുള്ള BJP അവരുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ശക്തികളോട് എതിരിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിജയം കൊയ്യുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അതിൽ നമ്മൾ ആ ഡ്യൂ ക്രെഡിറ്റ്, അതിനുള്ള ഒരു ബഹുമതി നമ്മൾ വിജയിന് കൊടുക്കുക തന്നെ. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു വിജയ് പെട്ടെന്ന് നാളെ ഞാനൊരു പാർട്ടി ഉണ്ടാക്കുമെന്നാണ് എന്ന് പോയി പറഞ്ഞിട്ട് ഉണ്ടാക്കിയല്ല. ഇദ്ദേഹത്തിൻ്റെ വർഷങ്ങളായുള്ള ഫാൻസ് അസോസിയേഷനുകളെയും ഫാൻസുകളെയും ഒക്കെ ഒരുക്കിക്കൂട്ടി എനിക്കൊന്നും ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നൂല ഈ രാഷ്ട്രീയ പിന്നിലുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു 10 കൊല്ലമായിട്ട് വിജയിൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വിജയിന് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഘടകം സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ DMK വന്നു കഴിഞ്ഞിട്ട് പിന്നെ മകൻ എന്താ പറയുന്നത്, ഈ തമിഴ്നാട്ടിലുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത മേഖലകളിലും സ്റ്റാലിൻ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കരുണാനിധി കുടുംബത്തിൻ്റെ ഒരു പിടിമുറുക്കമുണ്ടായി എന്നുള്ളതാണ്. ഈ അഴിമതിയിൽ ജനങ്ങൾക്ക് മനം മടുത്തിരുന്നു. അവർ ഒരു ഫ്രഷായിട്ടുള്ള ഒരു പുതിയ വായു, പുതിയ കാറ്റ് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റ്, അതാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു കാറ്റായിട്ടാണ് വിജയ് വന്നത്. ആ കാറ്റിന് വളരെ ആവേശത്തോടെ തന്നെ തമിഴ് ജനത ആശ്ലേഷിച്ചു. ഈ വിജയ്ക്ക് മുന്നേ സിനിമയിലും ഒക്കെ വന്ന ആളുകളാണ് കമൽഹാസൻ, രജനീകാന്തൊക്കെ പോലെയുള്ള നടന്മാർ. ഇവരും സിനിമയിലേക്ക് ഇവരും ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളും പാർട്ടി പ്രഖ്യാപനമൊക്കെ നടന്നു.
പക്ഷെ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു സ്വീകാര്യത അവർക്ക് അവിടെ ലഭിക്കാതെ പോയത്? അതിലൊന്ന്, രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിൻ്റെ വക്ക് വരെ എത്തിയിട്ട് അവസാന നിമിഷത്തിൽ രജനീകാന്ത് പിന്മാറുകയായിരുന്നു. കാരണം രജനീകാന്തിന് അറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. രജനീകാന്ത് ഇപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് വരിക, ജനങ്ങൾക്കിടയിൽ ജീവിക്കുക, ജനങ്ങളുമായിട്ട് ഇടപഴകുക എന്നൊക്കെ ഉള്ളത് അത്തരമൊരു സംഗതി രജനിയുടെ DNA-യിൽ പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങൾക്ക് പൂമാലകൾ മാത്രമല്ല കല്ലേറും കിട്ടും. അപ്പോൾ കല്ലേറുകൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ എല്ലാ ചെയ്തികളും വിമർശിക്കപ്പെടും, നിങ്ങളുടെ എല്ലാ ചെയ്തികളും നിരീക്ഷിക്കപ്പെടും. അപ്പോൾ അത്തരമൊരു എന്താ പറയണത്, നിരീക്ഷണത്തിന്, അത്തരമൊരു വിമർശനത്തിന് രജനീകാന്തിന് വാസ്തവത്തിൽ അതിന് സ്വയം നിന്നു കൊടുക്കുക എന്നുള്ളത് രജനിയുടെ ഒരു DNA-യിലുള്ളതല്ല. കമലഹാസൻ്റെ കാര്യത്തിൽ കമലഹാസന് ജനങ്ങളുമായിട്ട് വിജയനുള്ള ഒരു കണക്ഷൻ, ആ രീതിയിലുള്ളൊരു ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളത്. അദ്ദേഹം ഏതാണ്ട് ശിവാജിയുടെ തലത്തിൽ, ശിവാജി ഗണേശന് സംഭവിച്ചതാണ്. MGR മക്കൾ തിലകമാണ്, ജനങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് അത്രയും വലിയ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ശിവാജി ഗണേശൻ നടികർ തിലകമായിരുന്നു, അദ്ദേഹം വലിയ നടനായിരുന്നു. കമലഹാസൻ അതുപോലെ തന്നെയാണ്, വലിയ നടനാണ്. അപ്പം ജനങ്ങളുടെ മനസ്സും ഭാവനയും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു സംഗതിയല്ല. പക്ഷെ വിജയിന് ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും ആ മനസ്സ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു, പുതിയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു ബദലിന് വേണ്ടി ജനം കാത്തിരിക്കുന്ന ഒരു സമയത്താണ് വിജയ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ കൃത്യമായൊരു മുദ്രാവാക്യം, മാറ്റം എന്നുള്ള ഒരു മുദ്രാവാക്യം വിജയിന് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ വിശാലമായിട്ട് തമിഴ്നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ഫാൻസ് അസോസിയേഷൻ, അപ്പോൾ അവരിലൂടെ ജനങ്ങൾ തൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്താനും വിജയിന് കഴിയും. ഈ സ്റ്റാലിനെതിരെ തന്നെ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം വലിയ ആൻറ്റി ഇൻകംബൻസി ഫീലൊന്നും ഇല്ല എന്നായിരുന്നു അവർ അവസാനം വരെ പ്രചരിപ്പിക്കും, കേരളത്തിലെ പോലെ തന്നെ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്രമാത്രം തള്ളിക്കളഞ്ഞത് ജനം അവരെ? വിജയിനെ കൂടെ നിർത്താനായിട്ട് BJP വലിയ തോതിൽ ശ്രമിച്ചിരുന്നു. അതെ, ഇപ്പോൾ കരൂരിൽ വിജയുടെ ആ റോഡ് ഷോയ്ക്കിടെ 41 പേര് കൊല്ലപ്പെട്ടപ്പോൾ വലിയ തിക്കിലും തിരക്കിലും വലിയ അന്വേഷണമുണ്ടായി. CBI 2-3 പ്രാവശ്യം വിജയിനെ ചോദ്യം ചെയ്തു. വിജയിൻ്റെ സിനിമ ജനനായകൻ പുറത്തു വന്നില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയും വിജയിനെ കൂടെ നിർത്താനായിട്ട് BJP ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് വിജയ് വഴങ്ങിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാലിൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയുടെ രംഗപ്രവേശം, വിജയ് ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ചെറുപ്പക്കാർ ഇങ്ങനെ വിജയുടെ കൂടെ പോകുമെന്ന് സ്റ്റാലിൻ ഒരിക്കലും കരുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം, ഒന്ന് ഈ കുടുംബം പാർട്ടിയായിട്ട് മാറുക എന്നുള്ളത്. ആ ജനവികാരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ വലിയ ഒരു മാറ്റത്തിന് കാരണമായത്. ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 7 കക്ഷികളുടെ പിന്തുണയൊക്കെ ഉണ്ടാവും എന്നാണ് അവരുടെ പ്രതീക്ഷ, വിജയും TV-ക്കൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ തമിഴ്നാട്ടിൽ വീണ്ടും ഇലക്ഷൻ വരേണ്ടി വരില്ല. എന്തായിരിക്കും അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? അല്ല, വിജയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം വിഭാവനം ചെയ്യുക, വിജയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അതിന് സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം എന്തായാലും സർക്കാർ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാ സൂചനകളും. ഇൻ കേസ് വിജയന് അങ്ങനെ വരുന്നില്ലെങ്കിൽ ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് പോയി. ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ മറ്റൊരു പാർട്ടി ഇപ്പോഴും അതിന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. BJP ആഗ്രഹിക്കില്ല, DMK ആഗ്രഹിക്കില്ല, AIDMK ആഗ്രഹിക്കില്ല, കോൺഗ്രസ് ആരും ആഗ്രഹിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടറിയാം വിജയിൻ്റെ ഒപ്പമായിരിക്കും ഇനി ജനങ്ങളെന്ന്. അപ്പോൾ വലിയ ഭൂരിപക്ഷമായിരിക്കും വിജയിന് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല കോൺഗ്രസ് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വിജയിനൊപ്പം നിലയുറപ്പിക്കും. അപ്പോൾ അത് കോൺഗ്രസ്സിന് ഒരു അപ്പർ ഹാൻഡ് തമിഴ്നാട്ടിൽ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരാനായിട്ട് BJP ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് വിജയ് മന്ത്രിസഭ ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും അവരുടെയും ആഗ്രഹം. DMKയും അതിനെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മുന്നണിയിലുള്ള കോൺഗ്രസും ഇടതുപക്ഷവും VCKയും ഒക്കെ വിജയിനെ സപ്പോർട്ട് ചെയ്യുന്നതാവും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതെന്നായിരിക്കും DMKയും കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, മാത്രവുമല്ല ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത്, വിജയന് കിട്ടിയ മാൻഡേറ്റ് മതേതരത്വത്തിന് കിട്ടിയിട്ടുള്ള ഒരു മാൻഡേറ്റാണ്, ജനവിധിയാണ് എന്നുള്ള വലിയ നിരീക്ഷണമുണ്ട്. അതുകൊണ്ടാണ് BJPയുമായിട്ട് അല്ലെങ്കിൽ AIDMKയുമായിട്ട് ഏതെങ്കിലും ഒരു തലത്തിൽ വിജയ്ക്ക് ഒരു എന്താ പറയണത്, ഒരു അടുപ്പം വരുന്നത് തടയുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന് കോൺഗ്രസും ഇടതുപക്ഷവും കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് തമിഴകം ഒരിക്കലും പോവില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഏതായാലും വിജയിൻ്റെ സിനിമയിലൊക്കെ പറഞ്ഞതുപോലെ ലേറ്റായി എന്തായാലും ലേറ്റസ്റ്റായി വരുവേൻ എന്ന് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്റ്റാർ മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.